ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് റെമിറ്റൻസ് വന്നാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അടക്കുന്ന തുക ഹയസ്റ്റ് 2024 ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ തുക കിട്ടിയ റെമിറ്റൻസ് കിട്ടിയ രാജ്യത്തിൽ ഒന്ന് നമ്മുടെ രാജ്യം ആയിട്ടുള്ള ഇന്ത്യയാണെന്ന് ഓർത്തുക. മൊത്തം ഗ്ലോബൽ റെമിറ്റൻസിന്റെ 14.3% വന്നിരിക്കുന്നതെന്ന് കൂടി ഓർത്തുക. ചൈനക്ക് വെറും 5.3% കിട്ടിയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റെമിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അല്ലെങ്കിൽ അവരെ മണി അല്ലെങ്കിൽ ഗുഡ്സ് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരിലേക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഹോം കൺട്രിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് റെമിറ്റൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാർ അവിടെ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന വരുമാനം നമ്മുടെ രാജ്യത്തേക്ക് അയച്ചിരുന്നതാണ്. ഫോറിൻ മണി നമ്മുടെ രാജ്യത്തിൽ കിട്ടുന്നതാണെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പോൾ US ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അവിടെ വരുമാനം കിട്ടുക US ഡോളറിലായിരിക്കും. എന്നിട്ട് അയാൾ അത് ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ഇന്ത്യൻ റുപ്പിയിലാണ് ഇന്ത്യയിലേക്ക് അയക്കുക. അതായത് അയാൾ ഡോളർ ഇന്ത്യക്ക് കൊടുത്തിട്ട് റുപ്പിയാണ് ഇന്ത്യയിലേക്ക് അയക്കുക. സോ നമ്മളുടെ രാജ്യത്തിന് ഡോളർ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് എക്സ്റ്റേണൽ ഫിനാൻസ് മിഡിൽ ഇൻകം കൺട്രീസിന്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റെമിറ്റൻസ് ആണ്. 2024 $120.1 ബില്യൺ റെമിറ്റൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇത്രയും ഉണ്ടായിട്ട് ഇത് ലോക ഗ്ലോബൽ റെമിറ്റൻസിന്റെ 14.3 ഷെയർ ആണെന്നോട് ഓർത്ത് വെക്കേണ്ടതായിട്ടാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായാണ് ഇത്രയും ഹയർ ഷെയർ ഒരു രാജ്യത്തിന് വരുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ 2000 മുതൽ തന്നെ ഇന്ത്യയുടെ ഷെയർ കൺസിസ്റ്റന്റ്ലി 10% മേലെയായിരുന്നു. പോസ്റ്റ് പാൻഡമിക് ഇത് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കാം. ഇന്ത്യയുടെ സെക്കൻഡ് മെക്സിക്കോ ആണ്, 7.5% അവർ. ചൈനയുടേത് വളരെ കുറവാണ്, 5.3%. പിന്നെ ഫിലിപ്പൈൻസ്, ഫ്രാൻസ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ഗ്വാട്ടിമാല, ജർമ്മനി തുടങ്ങിയുള്ള മറ്റ് രാജ്യങ്ങളും ഉണ്ടെന്ന് ഓർത്ത് വെക്കണം. ചൈനയുടേത് വളരെ കുറഞ്ഞിട്ടുണ്ട്, 2024 5.3% മാത്രമാണുള്ളത്. കഴിഞ്ഞ 20 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ റെമിറ്റൻസ് ആണ് ചൈനക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയുടെ GDPയുടെ 3.3% കോൺട്രിബ്യൂഷൻ ഈ ഒരു റെമിറ്റൻസിലാണ് വരുന്നത്. പ്രധാനമായിട്ടും നേപ്പാൾ, താജിക്കിസ്ഥാൻ, ലെബനൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ GDPയുടെ 25% എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടാക്കുന്ന ആൾക്കാർ അയച്ചു കൊടുക്കുന്ന വരുമാനമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിന്റെ അവരുടെ ഒരു ലൈഫ് ലൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ത്യയിൽ മറ്റ് ഫൈനാൻഷ്യൽ ഇൻഫ്ലോസ് വിദേശത്ത് വരുന്ന മറ്റു തുകകളുമായി കമ്പയർ ചെയ്യുവാണ് 2000 മുതൽ 2024 വരെയുടെ പീരീഡ് നോക്കുകയാണെങ്കിൽ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലെ 2024 $685 ബില്യൺ ഈ പീരീഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹയസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, അതുപോലെ തന്നെ ഒഫീഷ്യൽ ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഈ ഒരു റെമിറ്റൻസ് വർദ്ധിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. കഴിഞ്ഞ ഡെക്കേഡിൽ 57% റെമിറ്റൻസ് വർധനവുണ്ടായിരുന്നു. FDI 47% ഡിക്ലൈൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത് ഈ റെമിറ്റൻസിന്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ചും ചെറിയ ചെറിയ രാജ്യങ്ങളുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയിൽ, കാരണം 25% ഒക്കെ റെമിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊത്തം രാജ്യത്തിന്റെ വരുമാനത്തിൽ 25% വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അയക്കുന്നതാണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് അവരുടെ ഫിസിക്കൽ ഷോർട്ട് ഫാളിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ അഡ്രസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ല സൈസ് ഉണ്ട്, പക്ഷേ ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലോ ഉണ്ട് എന്നുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ജോലി ചെയ്ത് ഇന്ത്യക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് ഒരു ഗ്ലോബൽ ട്രെൻഡ് കൂടി നമുക്ക് കാണാൻ പറ്റും. FDIനെ സർപ്പാസ് ചെയ്യുന്നുണ്ട് റെമിറ്റൻസ്. പ്രത്യേകിച്ചും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ രാജ്യങ്ങൾ ഹെവിലി റെമിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ കൃത്യമായിട്ട് അതിനെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകേണ്ടതായിട്ട്, പ്രത്യേകിച്ചും ഇത്തരത്തിൽ ലഭിക്കുന്ന തുക അവരുടെ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് സപ്പോർട്ടുകൾക്ക് യൂസ് ചെയ്യണം. കാരണം റെമിറ്റൻസ് എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. സോ കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റെമിറ്റൻസ് ട്രാൻസ്ഫറിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വിവിധ രാജ്യങ്ങളുമായി സഹകരിച്ച് കൂടുതൽ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലും വിസ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയുടെ
റെമിറ്റൻസ് എന്ന് വെച്ചാൽ റെക്കോർഡ് ഹൈ ആണ് 2024. അതായത് ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതും ഇന്ത്യൻ എക്കണോമിയെ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ അവർ വലിയ കോൺട്രിബ്യൂഷൻ നടത്തണമെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നാഷണൽ ഇൻകത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിയും കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇവരെ ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഫൈനാൻഷ്യൽ ഇൻഫ്ലോയിലേക്കും അതുപോലെ തന്നെ ഗ്ലോബൽ എക്കണോമിക് ലാൻഡ്സ്കേപ്പിനെയും കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസ് ആണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോമൺ പ്രശ്നമായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കേരളത്തിന്റെ മാത്രം ഇഷ്യൂ ആയിട്ട് കരുതണ്ട, ഇത് കോമൺ വെൽഫെയർ സ്കീംസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.